ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മയോട് കയർത്ത് സംസാരിച്ചത് മുഖം നോക്കിയിട്ട് കയർത്ത് സംസാരിക്കുന്നില്ല. അത് ഒരൊറ്റ പ്രാവശ്യമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റിപ്പോവും. അതെൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തോ പറയേണ്ടി വന്നു എനിക്ക്. പക്ഷേ ആ പറഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മാൻ്റെ മുഖം ഒന്ന് എക്സ്പ്രഷൻ, ഉമ്മാൻ്റെ ആ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കി. ഉമ്മാക്കത് വല്ലാത്ത വിഷമം തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയറി പക്ഷേ ഇങ്ങനെ ഒച്ചപ്പാടിനെ സംസാരിക്കും. പക്ഷെ മുഖം നോക്കിയിട്ട് കയറി സംസാരിക്കുമ്പോൾ അത് ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, എൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയല്ലോ, ഉമ്മാക്ക് വിഷമമായല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങി. തേങ്ങി കരയാൻ കൂടെ എനിക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ തേങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നീ ഇങ്ങനെ കരയരുത്, നീ ഇങ്ങനെ കരയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൂടുതൽ കരച്ചിൽ വരുന്നത്, നീ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല മോനെ, നീ എന്തിനാണ് കരയുന്നത്, അത് വിട്ടേക്ക്, പക്ഷേ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞ എൻ്റെ ഉമ്മ, ആ ഉമ്മയാണ് ഞങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ 2 മാസമായി. ആ ഉമ്മാൻ്റെ നഷ്ടം എത്രമാത്രം ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഉമ്മാനെ ഓർക്കാത്ത ഒരു ദിവസങ്ങളില്ല. ഇതാണ് ഉമ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ അതിനെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാണ്. ആ ജീവിതത്തിൽ നമ്മൾ വിഷമിക്കുമ്പോൾ, ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ട് പോലും നമ്മൾ വിഷമിക്കുമ്പോൾ, നമ്മൾ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വരുമ്പോൾ അത് എത്ര ഉമ്മാനെ വിഷമിപ്പിക്കും എന്നൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉമ്മ ജീവിക്കുമ്പോൾ ഉമ്മയുടെ വില അറിയാത്ത മക്കളെ, നിങ്ങൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ മനസ്സിലെന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തൊക്കെയോ വിഷയത്തിലാണ് നിങ്ങളെ ഉമ്മയെ കരയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഒരുപാട് മക്കൾ സ്വന്തം തോന്നിവാസത്തിന് വേണ്ടി പെണ്ണും കല്യാണം കഴിക്കുന്നുണ്ട്. ആണ് ഉമ്മയും ഉപ്പയും വേദനിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കും, എങ്ങനെ ഇവർക്ക് സ്വന്തം ഉമ്മയെ വേദനിപ്പിച്ചിട്ട് അവരുടെ ഇഷ്ടം തിരഞ്ഞെടുത്ത് പോകാൻ പറ്റുന്നുണ്ട് എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന അവർക്ക് ഇപ്പോഴൊന്നും മനസ്സിലായില്ല. ഉമ്മയെ നഷ്ടപ്പെട്ടാലേ ഞാൻ ഉമ്മനെ കരയിപ്പിച്ചല്ലോ, ഉമ്മാനെ ഞാൻ വിഷമിപ്പിച്ചല്ലോ എന്നോർത്ത് അവർ. പക്ഷേ അപ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഉമ്മാൻ്റെ ഒരു ഇറ്റ് കണ്ണുനീർ നിങ്ങൾ കാരണം ഈ ഭൂലോകത്ത് ഇറ്റിയാൽ പിന്നെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവിക്കാതെ ഈ ഭൂലോകത്ത് നിന്ന് പോകില്ലെന്ന് മാത്രമല്ല, അത് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖബറിൽ നിങ്ങൾ ശിക്ഷിക്കുന്നവരാകും. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഖബറിൻ്റെ അടുത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഖബർ ഭയാനകമായി ശിക്ഷിക്കുന്ന ഒരു ശബ്ദം ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കേൾക്കാനിടയായി. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ വിളിച്ചു ചോദിച്ചു, ഇതാരാണ്? ഈ മനുഷ്യൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ പെട്ടെന്ന് ആ ഉമ്മയോട് വരാൻ പറയണമെന്ന് ആ ഉമ്മയെ വിളിപ്പിച്ചു. എന്നിട്ട് ചെവി ആ ഖബറിലേക്ക് ആ ഉമ്മയോട് വെക്കാൻ പറഞ്ഞു. ഉമ്മ ബോധം കെട്ടു. ഉമ്മ വല്ലാത്തൊരു വിഭ്രാന്തി. അതെ, നിങ്ങളുടെ മകൻ ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഖബറിൽ, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ജീവിതകാലത്ത് ഈ മകൻ നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ എന്ന് ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു, അവൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ശിക്ഷിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് തെറി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മകന് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനെല്ലാം എൻ്റെ മകന് ഞാൻ പുറത്തു കൊടുക്കുന്നുണ്ട്, ഞാനെല്ലാം പുറത്തു കൊടുത്തു എന്ന് ഉമ്മ പറഞ്ഞപ്പോഴാണ് ആ ഖബറിൽ നിന്ന്, അദാബിൽ നിന്ന് ആ മനുഷ്യന് അള്ളാഹു രക്ഷ കൊടുത്തത്. ഇത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് നടന്നെന്ന് ചരിത്രത്തിൽ വായിച്ചിട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കിത് പറഞ്ഞു തരാൻ ഇന്ന് റസൂലുള്ളാഹില്ല. നമ്മൾക്ക് റസൂലുള്ളാഹിൻ്റെ വചനങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഉമ്മയെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ, ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിങ്ങൾ കാരണം വരുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ മാത്രമല്ല ഖബറിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ആ കാര്യം നിങ്ങൾ സൂക്ഷിക്കുക. എപ്പോഴും ഉമ്മയോട് മാപ്പ് ചോദിക്കുക. ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ച് ഉണ്ടെങ്കിൽ എല്ലാത്തിനും മാപ്പ് ചോദിച്ച് ഉമ്മയിലേക്ക് മടങ്ങിപ്പോകുക.